ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനു സിമ്പിൾ കിച്ചൺ. ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കിലോൻ്റെ ചിക്കൻ്റെ തൈറ്റ്സ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മസാല ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 ഗ്രാമ്പു, 1 ടീസ്പൂണ് കുരുമുളക്, 3 ബേ ലീഫ്, 3-4 പട്ട, 1 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചിക്കൻ സ്റ്റോക്ക് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ചിക്കൻ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ വേവിച്ച വെള്ളത്തിലാണ് നമുക്കിനി അരിയൊക്കെ വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പകുതി വേവിച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടീസ്പൂണ് വെള്ളപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ വേവിച്ചെടുക്കുമ്പോൾ ഇട്ട കാരനാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഇനി കുറവ് ചിക്കനിൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വേവിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സവോള അരിഞ്ഞതിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 3 തക്കാളിയും അതുപോലെ 2 പച്ചമുളകും ഇട്ട് ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുത്താണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ നേരത്തെ ഒഴിച്ചിട്ടുള്ള തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരി വേവിച്ചെടുക്കണം. അതിനായിട്ട് നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഇതിൽ മിക്സ് ആക്കുന്നുണ്ട്. അവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ കൂടെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് 6 ഗ്ലാസ് ആക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട്.
വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. മന്തി റൈസ് ഉണ്ടാക്കാൻ സെല്ല റൈസാണ് ഉപയോഗിക്കുക. ബാസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 3/4 വേവ് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കാം നമുക്ക്. ഈ ചോറിനൊരു സ്മോക്കി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് അതിലൊരു ചെറിയ പാത്രം അതിൻ്റെ നടുവിൽ വെച്ചിട്ട് അതിൽ ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് വേഗം തന്നെ നല്ല കവർ ചെയ്തിട്ടൊരു ഫോയിൽ കൊണ്ട് വെച്ചു കൊടുക്കുക. ഈ ഫോയിലിൻ്റെ മുകളിലൊരു മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലധികം വെള്ളമില്ലാത്ത കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം വേറൊരു അടികട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആ ചാർക്കോളൊക്കെ കത്തിച്ച് നമ്മുടെ ചോറിലേക്കോ അതുപോലെ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് കൂടിയാണ്. ടൊമാറ്റോ സൽസയാണ് ഈ മന്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബിരിയാണിനായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് കൂടിയാണിത്. ഇത്ര ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മന്തി നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള റെസിപ്പികളുമായി വീണ്ടും കാണാം.